ഹലോ ഗൈസ്, ഞാനങ്ങനെ ഇവിടെ മണൽത്തരികളിൽ ഇരുന്ന്, മണൽത്തരിയല്ല മണ്ണിൻ്റെ തരികളിൽ ഇരുന്നിട്ട് ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഒരു ഇൻട്രോ എടുക്കുകയാണ്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ പറയുമല്ലോ, മഴയും വെയിലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണമാണ്. അതേ അവസ്ഥയാണ് ഇപ്പോൾ. മഴ ചെറുതായിട്ട് തുള്ളിയിടണമുണ്ട്, എന്നാൽ വെയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യുന്നില്ല, വെയിലും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ് ഇന്നത്തെ ഇൻട്രോ. ഞാനിപ്പോൾ ഉള്ള സ്ഥലം നമ്മുടെ ഷൊർണൂരുകാരുടെ സ്വന്തം ഭാരതപ്പുഴയുടെ തീരത്താണ്. നിളാതീരത്ത് ചുമ്മാ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ്. അപ്പോൾ വെക്കേഷൻ സീസണൊക്കെ കഴിയാറായി, അതുകൊണ്ട് തന്നെ ആളുകളുടെയൊക്കെ ഒരു വരവ് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുഴയൊക്കെ കാണാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പുഴ കണ്ടിട്ട് കുറേ കാലമായി. അതെ, അമ്മ പുഴ കണ്ടിട്ട് കുറച്ചായി. ഞാനും അച്ഛനും ഇടയ്ക്കൊന്ന് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടയും കൊണ്ട് വന്നു. എന്തായാലും കൊടയും കൊണ്ട് വന്നത് നന്നായി. അപ്പം അവിടെ നിങ്ങൾ കാണുന്നുണ്ട്, അവിടെയാണ് ട്രെയിൻ പോകുന്നത്. നമ്മുടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടെയാണ് നമ്മുടെ ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ട്രെയിൻ അത് കൂടെ പോകുമ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അതുവരെ ഈ പുഴയും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഷൊർണൂരുകാരെ സംബന്ധിച്ചിടത്തോളം കടൽ ഒന്നും ഇല്ല അവിടെ അടുത്ത്. ഇവിടെ കടലിന് പോകണമെങ്കിൽ പൊന്നാനിയോ അല്ലെങ്കിൽ ചാവക്കാടൊക്കെ പോകണം, അതൊക്കെ അടുത്ത ജില്ലയല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം പുഴയൊക്കെ കണ്ടങ്ങിരിക്കാം. ചെറിയ രീതിയിൽ മഴ ഇപ്പോഴും തുള്ളിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പുഴയിൽ വെള്ളം കുറവാണ്, എന്നാൽ വളരെ കുറവാണെന്നും പറയാൻ പറ്റില്ല. എന്തായാലും അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിള ബോട്ട് ക്ലബ്ബാണ്. അതങ്ങ് ചെറുതുരുത്തിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൊർണൂരുകാർക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ട് തന്നെയാണിത്. പിന്നെ 2000 റിലീസായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ മെഗാ ഹിറ്റ് ചിത്രം നരസിംഹം, അതിൽ ലാലേട്ടൻ ഇങ്ങനെ പുഴയിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്നൊരു സീനില്ലേ, അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ കൂടെ ഒരു സിംഹം ഓടി വരുന്ന സീൻ ഉണ്ടായിരുന്നു. അത് ഇവിടെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ദൂരെ കാണുന്നതാണ് കൊച്ചിൻ പാലം. അതിൻ്റെ പുതിയ പാലമാണ്. ഷൊർണൂരിൽ നിന്നും കൊച്ചിയിലേക്കൊക്കെ പോകാനുള്ള ഒരു പാലം. പണ്ടുണ്ടായിരുന്ന പാലം പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറം തൃശ്ശൂർ ജില്ലയും ഇപ്പുറം പാലക്കാട് ജില്ലയുമാണ്. ബോട്ട് അവിടെ ഇങ്ങനെ മൊത്തം കറങ്ങിയിട്ട് ബോട്ട് ആ മറ്റേ കൈവരിയുടെ അതുവരെ കറങ്ങിയിട്ട് തിരിച്ചു വരും. ഇപ്പോൾ പെർ ഹെഡ് 100-150 ഏതോ ഉണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ട്രെയിൻ ഇങ്ങനെ കൂകി വിളിച്ച് വരുന്ന കണ്ടത്. വരവ് കണ്ടിട്ട് ഏതോ ഒരു എക്സ്പ്രസ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുറേ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ചയൊക്കെ കാണാം നമുക്ക്. അങ്ങ് ദൂരെ ഒരു ശിവക്ഷേത്രം കാണാനുണ്ട്. പാങ്ങാവ് ശിവക്ഷേത്രം. ഈ ട്രെയിൻ ഇതുവരെ കഴിഞ്ഞില്ലേ? ട്രെയിൻ എത്ര ഇതിപ്പോ പണ്ടത്തെ മാതിരിയല്ലല്ലോ, 22-23 കോച്ചുകളല്ലേ. അതെ. പിന്നെ അവസാനം SLR ലഗേജ് കോച്ച് ഉണ്ട് വരണം. എന്തായാലും പുറത്തു വന്ന വണ്ടിയാണ്. എനിക്ക് മറ്റേ മംഗളയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാനോ സാധ്യത. നേത്രാവതിയോ. ഓക്കെ, നേത്രാവതി 5 മണിയൊക്കെ ആയിട്ടാണ്. ഇതിപ്പോ മംഗളായിരിക്കും 3 മണിക്കൊക്കെ വരുന്നത്. മിക്കവാറും ലക്ഷദ്വീപ് 3 4 ലേറ്റ് ആയത് 4:24. കരയിലിരുന്ന് വെറുതെ ഡയലോഗ് അടിച്ചാൽ മതിയോ? നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങണ്ടേ അല്ലേ? എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. വെള്ളമൊന്നുമില്ല, എൻ്റെയൊക്കെ കാലിൻ്റെ പൂറ്റിയുടെ അത്രയും കൂടി വെള്ളമില്ല. പിന്നെ മീനുകളും ഇല്ല കേട്ടോ. സാധാരണ ഇങ്ങനെ ഇത് കൂടെയൊക്കെ നിൽക്കുമ്പോൾ മീൻ വന്ന് ഇങ്ങനെ കൊത്തുന്ന ഒരു പരിപാടിയൊക്കെ തോന്നും, പക്ഷെ അതൊന്നും തോന്നുന്നില്ല. എന്താ വലിയ വൃത്തികേടൊന്നുമില്ല. എന്തായാലും അപ്പുറത്ത് നിള ബോട്ട് ക്ലബ്ബിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്.
കരലിങ്ങനെ വരഞ്ഞറിഞ്ഞ് പുഴയിൽ നിന്ന് വന്ന് കയറിയതായിരിക്കും. അത് ഇങ്ങനത്തെ പെബിൾസ് ഒക്കെ ഇവിടെ കാണാൻ കിട്ടും. അത്ര ഭംഗിയുള്ളതും വൃത്തിയുള്ളതൊന്നും പണ്ടെങ്ങാണ്ടോ ഇവിടെ കുളിക്കാൻ വന്ന ഏതോ ഒരു ആന ഇട്ടിട്ട് പോയതാണ്. ആനപ്പിണ്ടത്ത് കണ്ടറിയാം നല്ല പഴക്കമുണ്ടെന്ന്. അങ്ങനെ നമ്മൾ പുഴ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇനി നമ്മളുടെ ചായ കുടിയും എന്തെങ്കിലും എണ്ണക്കടിയൊക്കെ കഴിക്കാൻ വേണ്ടി പോവുക. അപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടോ. അത് ഇവിടെ എത്തിയപ്പോഴാണ് മണൽ ശരിക്കും. അവിടെ മണലായിരുന്നില്ല, അത് മൺതരിയായിരുന്നു. ഇതെവിടെയാണ് മണൽ. സോ ഈ മണലൊക്കെ കാണുമ്പോഴേ കുറച്ചെടുത്ത് നമ്മുടെ വണ്ടിയിലേക്ക് അങ്ങ് ഇട്ടാലോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വേണ്ട, പുഴയിൽ നിന്നും മണൽ കടത്തി എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ ഒരു കേസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട. ആ കാണുന്നത് ഷൊർണൂരിലെ ശാന്തിതീരം ശ്മശാനമാണ്. അങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ നീളാതീരത്തോട് വിട പറയാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം വീണ്ടും വരാം. അപ്പോൾ വണ്ടി നേരെ അടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് പോട്ടെ. അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാൽ പോലല്ലോ, ഞാൻ തന്നെ കയറി ഓടിക്കണ്ടേ. ശരി, നേരെ നമുക്കൊരു ചായക്കടയിലേക്ക് പോവാം. ചൂട് ചായക്ക് പകരം നല്ല തണുപ്പിച്ച കള്ള് കുടിക്കാനാണോ നീ പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ആ കള്ള് ഷാപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. ചായക്കൊപ്പം എന്തൊക്കെ കഴിക്കാം എന്നാലോചിച്ചപ്പോൾ എണ്ണക്കടികൾ ഇവിടെ ചില്ലിങ്കൂട്ടിലുണ്ട്. പരിപ്പുട, പഴംപൊരി, സവളവട, കൈബജി, ബോണ്ട. പക്ഷേ എനിക്കിന്ന് എന്തോ സുഗൈൻ കഴിക്കാനാണ് തോന്നിയത്. പക്ഷേ സുഗൈൻ അവിടെ ഇല്ല. നല്ല ചൂടോടെ മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട്. ഒരു മീഡിയം ചായയും പിന്നെ നല്ല ചൂട് കായ ബജിയും അതിനോടൊപ്പം ഉള്ള ചമ്മന്തിയൊക്കെ കഴിച്ച് നമ്മൾ ഈ സായാഹ്നം ആനന്ദകരമാക്കുന്നു. കൊച്ചിൻ പാലത്തിന് മേലെ കൂടെ ഒരു കുട്ടി ഡ്രൈവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അങ്ങനെ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ മാറി മാറി ഓടിച്ചു. ഈ റൂട്ടിൽ ഏറ്റവും പേടിക്കേണ്ടത് നമ്മുടെ തൃശ്ശൂർ ഒറ്റപ്പാലം ബസ്സുകൾ ഓടിക്കുന്ന ചേട്ടന്മാരെയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മോഹൻലാലിൻ്റെ സ്വന്തം തിയേറ്ററാണ്, എംലാൽ സിനിപ്ലെക്സ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റിൽ. ഇവിടെ പുതിയ പാർക്കിംഗ് ലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ലോട്ട് മാത്രമല്ല, എൻട്രൻസിലും അതുപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. സോ നമ്മളിപ്പോൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ചേഞ്ചസിനെ കുറിച്ച് ഉൾപ്പെടുത്താം. ഇതാണ് പുതിയ റോഡ് അല്ലേ? പുതിയ റോഡാണ്. ഇത്രയും കാലം നമ്മൾ ഇത് കൂടെ പോയിരുന്നത്. കുറെ കാലം ഷൊർണൂർ വരാതെ ആളുകൾക്ക് കാണുമ്പോൾ ഏത് റോഡാ വിചാരിക്കും. വാട്ടർ ടാങ്കിന്റെ അവിടെ ഉണ്ടായിരുന്ന വഴി അവർ വെട്ടിയ റോഡായി. പാർസൽ ഓഫീസിന്റെ കൂടെ ഉള്ള റോഡ് ഇനി റിപ്പയർ ചെയ്തിട്ട് വേണം. അതെ, അത് ഒരു അവിടെ ചിലപ്പോ ഒരു സർക്കിളാക്കിയിട്ട് മാറ്റും. അങ്ങനെ ഷൊർണൂർ ടൗണൊക്കെ ഒന്ന് ചെറുതായി കറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഇപ്പം തന്നെ പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ കൂനത്തറയ്ക്ക് പോവുകയാണ്. കൂനത്തറ ആര്യങ്കാവ് അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് സമയം വണ്ടിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്ത ഈ ഒരു വൈകുന്നേരം ചുമ്മാ വണ്ടി ഓടിച്ച് നമ്മൾ ഷൊർണൂർ നീളാതീരത്തുനിന്ന് നേരെ കൂനത്തറ ആര്യങ്കാവ് അമ്പലത്തിന് മുന്നിലെത്തി. അപ്പോൾ അമ്പലത്തിൽ പാട്ടൊക്കെ വെക്കുന്ന സമയമാണ്. ഇത്രയും തിരക്കില്ലാണ്ട് ഈ അമ്പലം ഞാൻ ദൂരെ കണ്ടിട്ടില്ല. കാരണം നമ്മളെപ്പോൾ കൂടുതൽ വരുന്നതും പൂരത്തിനടുപ്പിച്ചുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ ഒക്കെ നല്ല തിരക്കാണ്. അപ്പോൾ തിരക്കൊന്നുമില്ലാത്ത കൂനത്തറയിലെ ഒരു വൈകുന്നേരം. ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ട്. അപ്പോൾ ഒരു മാമൻ വന്നിട്ട് പറയാണ് ഈ അടുത്ത കാലത്തൊന്നും അമ്പലങ്ങളിലേക്ക് അധികം പോക്കില്ല എന്ന്. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു അതെന്താ പോവാത്ത, ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ? ദൈവവിശ്വാസമൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷേ അവിടുത്തെ ചടങ്ങുകൾ ഫുള്ള് പെണ്ണുങ്ങളുടെ പേരിലാണ്. പൂജ, അർച്ചന, ആരതി.
പക്ഷേ ആണുങ്ങളുടെ പേരിൽ ആകെ ഒരു മണി മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും വന്ന് അടിക്കുകയും ചെയ്യാമെന്ന്. സംഭവം അയാൾ കോമഡി ആയിട്ടാണ് പറഞ്ഞെങ്കിലും അതിൻ്റെ പുറകിലൊരു വലിയ സത്യം ഉണ്ടല്ലേ. എന്താല്ലേ, അല്ലാതെ ഇപ്പോൾ ഈ പൂജയ്ക്ക് പകരം തങ്കപ്പനോ ചെല്ലപ്പനൊക്കെ വയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. എല്ലാ കൊല്ലവും ഏപ്രിൽ 4-ാം തീയതിയാണ് ഇവിടുത്തെ പൂരം. ഭയങ്കര വലിയൊരു ആഘോഷമാണ്. കുതിരകളിയും അതുപോലെ പിന്നെ ഈ കാളവേലയൊക്കെ ആയിട്ട്, കാളവേലല്ലേ ഉണ്ട്, കുതിരകളി, കാളവേല ഉണ്ട്. കാളവേലയും കുതിരകളിയും. എന്തായാലും ആനയില്ലാത്തൊരു പൂരമാണ് ആര്യങ്കാവ് പൂരം. ആ സമയത്തൊക്കെ എന്ത് തിരക്കാവുന്നറിയോ ഇവിടെ. ഇത്തവണ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഇതിന് വന്നു. പൂരത്തിന് 2 ദിവസം മുന്നേ വന്ന് തൊഴുതു. ഇവിടെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ജയറാമിൻ്റെ ആനയൊക്കെയുള്ളൊരു സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി. ജയറാമും അരിശ്രേഷകനും ഒരു ആനയൊക്കെയുള്ളൊരു സിനിമ അല്ലേ, പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഒരു കുട്ടി ആനയൊക്കെയുള്ളൊരു സിനിമ, പട്ടാഭിഷേകം. അതിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 10-12 വർഷം പിന്നോട്ടേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കും ഒരു 6 മണിക്ക്. അപ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇവിടെ ക്രിക്കറ്റ് ആരും കളിക്കുന്നില്ല, പക്ഷേ ഫുട്ബോൾ കളിക്കുന്നുണ്ട് പിള്ളേരെ. യു ആർ ലക്കി. ഈ മൊബൈൽ അഡിക്ഷനൊക്കെ ഉള്ള ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഫുട്ബോൾ കളിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ ലക്കി ഗൈസ്. പൂരത്തിൻ്റെ സമയത്ത് കമ്പക്കെട്ടിനൊക്കെ വേണ്ടി വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണിത്. അതുപോലെ തന്നെ പൂരത്തിൻ്റെ സമയത്ത് വയ്ക്കുന്ന ഒരു ഗോപുരമുണ്ട്, അതിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും പൊളിച്ചു മാറ്റാതെ വെച്ചിരിക്കുന്നു. അമ്പലത്തിനടുത്തായിട്ട് തന്നെ നവചേതന ലൈബ്രറി ഉണ്ട്, വായനശാല. അവിടെ പോയിട്ട് പുസ്തകം വായിക്കുന്നതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരിക്കും അല്ലേ. ഞാൻ ഈ നാട്ടിൻപുറത്തൊക്കെ താമസിച്ചിട്ടും ഞാൻ ഇതുവരെ അതൊന്നും അനുഭവിച്ചിട്ടില്ല. ഇവിടുത്തെ കിണർ ചെറുപ്പം തൊട്ടേയുള്ള ഒരു ശീലമാണ്. ഏതൊരു കിണർ കണ്ടാലും വെള്ളം ഉണ്ടോ എന്ന് പോയി നോക്കും. അതൊരു ദുശീലമൊന്നും ആയിരിക്കില്ലായിരിക്കും അല്ലേ. വെള്ളം കോരാനുള്ള കയറും കപ്പിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ലെവൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ 2 മഴയും പെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. എന്നാൽ പിന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? അതിന് മുന്നേ ഒന്ന് കറങ്ങാം. അങ്ങോട്ട് കറങ്ങ്, ഇങ്ങോട്ട് കറങ്ങ്, അങ്ങനെ കറങ്ങി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.